ഹലോ അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ല് വെച്ചിട്ട് എങ്ങനെയാണ് ഷാമ്പു ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ഒരുപാട് കറ്റാർ വാഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച്, എന്നാലും ഒരുപാടൊന്നും കിട്ടിയില്ല, ഒക്കെ അങ്ങനെ മുളച്ച് വരുന്നുള്ളൂ. അപ്പം എന്നാലും അത്യാവശ്യത്തിന് കുറച്ച് കിട്ടി. അപ്പം ഇത്രയേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കണം. അതായത് ഇത് അരച്ചിട്ടുള്ള ആ നീരുണ്ടാവുമല്ലോ, അത് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട്, ഇത്രയാണ് നമുക്ക് അരച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് കുറേശ്ശെ ആയി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കിട്ടിയത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫ്രൈ പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് തിളപ്പിക്കണ്ട, ഒന്നിങ്ങനെ ചൂടിങ്ങനെ ആയി വന്നാൽ മതി. അപ്പം നമുക്കൊരു അര ഗ്ലാസ് ഇല്ല, ഒരു ഗ്ലാസോളാണ് നമുക്ക് അത് ചൂടായിട്ട് ആക്കി വന്നപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യുക, 2 വിറ്റാമിൻ എ ക്യാപ്സ്യൂള് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഉണ്ടെങ്കിൽ അതെന്തായാലും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതെന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലൊരു വിറ്റാമിനാണ്. ഈ ഷാമ്പു ഒക്കെ ഉണ്ടാക്കണേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു മണം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇത്രയാണ്, അളവ് പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താ പറയുക, അതായത് നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് എത്രയാണോ കിട്ടിയിട്ടെങ്കിൽ അതിനേക്കാൾ ഡബിളാണ് നമ്മൾ ബേസ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് ഷാമ്പു ബേസ്, അതായത് 1/4 ഗ്ലാസ്സാണ് നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് കിട്ടിയിട്ടുള്ളത് വെച്ചെങ്കിൽ ഡബിള്, അര ഗ്ലാസ്സോളം നമുക്ക് എന്ത് വേണം, ബേസ് ഒഴിച്ചു കൊടുക്കണം. ജെല്ലുണ്ടാക്കുന്ന ഒരു ബേസാണ്, അത് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ശരിക്കൊരു ഷാമ്പു രൂപത്തിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേടാവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി അതൊരു മണം വേണമല്ലോ, മണത്തിന് വേണ്ടിയിട്ട് ഞാൻ കറ്റാർവാഴയുടെ ഫ്രാഗ്രൻസ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ 1-2 ദിവസമൊക്കെ, കൂടുതൽ ദിവസങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, നന്നായിട്ട് പതമുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ന് തേച്ചിട്ടാണ് ഞാൻ അന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് മുടിയുടെ മുകളിൽ പറ്റി കൊടുക്കുന്നതും ഒക്കെ. അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയുടെ ഒരു സംഭവം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്കതൊരു ബോട്ടിലിൽ ഒഴിച്ച് വെക്കാം. അപ്പോൾ എൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഈ റോസ് വാട്ടറിൻ്റെ ഒരു ബോട്ടിൽ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒഴിച്ച് വെച്ചിട്ടുള്ളതാണിത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതിൽ കളറൊക്കെ ഒഴിക്കുള്ളൂ, അതിൻ്റെ കുപ്പിയൊക്കെ ബാലൻസ് വന്നപ്പോൾ ബാക്കിയൊക്കെ അതിൽ ഒഴിച്ച് വെച്ച്. അപ്പോൾ അങ്ങനെ ഷാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അത് ഉണ്ടാക്കാനുള്ള ഷാമ്പു ബേസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.